ഹലോ ഹലോ ചേട്ടാ സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്ന എന്താടി വീട് പണി? വീട് പണിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതോളാ പുറകെ കൂടെ പോയേ? ആരാ പുറകെ കൂടെ പോയാരാ? എടി നിനക്ക് എന്നെ പണ്ടേ സംശയമാണ്. നാട്ടിൽ ഉണ്ടായിരുന്നപ്പോ അവിടെ സംശയം, ഇപ്പൊ ഗൾഫിൽ വന്നപ്പോ നീ വീട്ടിൽ സംശയിക്കുന്ന. അതാണ് വർക്ക് ഫ്രം ഹോം. ചേട്ടൻ ഗൾഫിൽ പോയിട്ട് എത്ര വർഷമായി? 8 വർഷമായി. എന്താ വരാൻ വല്ല ഉദ്ദേശമുണ്ടോ? അടുത്ത പ്രാവശ്യം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തിരിച്ചു പോകുന്നേ ഇല്ല. മുട്ടുകാലം ഞാൻ തല്ലി ഓടിക്കും. 2 നിലയ്ക്ക് ഒരു വീട് ഇവിടെ പണിയാനിട്ടിട്ട് നിങ്ങൾ നാട്ടിൽ വന്ന് നിൽക്കാൻ പോവാന്നോ? നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് തോന്നുന്നു മനുഷ്യ ഇതൊക്കെ പറയാനായിട്ട്? പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പോയത്? അതൊക്കെ പോട്ടെ, എന്റെ അമ്മ എവിടെ? അയ്യോ, അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാ ചേട്ടാ, കഴിഞ്ഞ ദിവസം രഘുവിന്റെ മോനില്ലേ കഞ്ചാവ് അടിച്ചതിന് പോലീസ് പിടിച്ചെന്ന്. അതും എന്റെ അമ്മയും തമ്മിൽ എന്തിനാ കൂട്ടിക്കുഴയ്ക്കുന്നത്? അവൻ കഞ്ചാവ് അടിച്ചിട്ട് കിടന്ന് ഓരോന്ന് കാണിക്കുന്നു, നിങ്ങളുടെ അമ്മ വലിക്കാതെ ഇവിടെ കിടന്ന് ഓരോന്ന് കാണിക്കുന്നു. അറിയാമോ? വെച്ചോ വെച്ചോ വെച്ചോ, നിങ്ങളുടെ അമ്മ വരുന്നുണ്ട്. വെച്ചോ 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 വെച്ചോ. ഭഗവാനേ, എന്തോ കുമ്പിട്ടെടുത്ത് ഒരു തുടക്കം കുറിക്കാൻ പോവല്ലേ? എന്നാ ഞാൻ വലിച്ചു കയറും. നീ എന്റെ മോനോട് എന്നാണ് ഈ കടക്കാരുടെ കുറ്റവും കുറവും നുണ നീ പറഞ്ഞു കൊടുക്കണം. ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. നീ പറഞ്ഞു കൊടുത്തു, ഞാൻ എന്റെ കണ്ണും കൊണ്ട് കേട്ടതാ. കണ്ണുകൊണ്ടോ? ഞാൻ കുറെ നാളായിട്ട് കേൾക്കുക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി മേലാൽ കടക്കാരുടെ കുറ്റവും കുറവും ഈ വീട്ടിൽ നീ പറയാൻ പാടില്ല. പിന്നെ അത് പറയാനല്ലേ ഞാനിവിടെ നിൽക്കുന്നത്. തലയിരിക്കുമ്പോൾ വാലാടരുത്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. കഴിഞ്ഞ ദിവസവും കൂടെ ആ മാലതി ചേച്ചി ഈ വീട്ടിൽ വന്നായിരുന്നു. അടുത്ത ആഴ്ചത്തെ എങ്കിലും കുടുംബയോഗം അവരുടെ വീട്ടിൽ വെച്ച് നടത്തണമെന്ന് അവര് പറയുന്നത്. നടക്കില്ല. കുടുംബയോഗം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടെങ്കിൽ അത് എന്റെ വീട്ടിൽ വച്ചു മതി. ഇത്രയും അംഗങ്ങളുള്ള ഈ യോഗത്തിൽ അവരുടെ ആരുടെയെങ്കിലും വീട്ടിൽ വെച്ച് നടക്കട്ടെന്ന്. കൊച്ചെ എനിക്കറിയാമോ, അവരിവിടെ വന്നിരുന്ന ആൾക്കാരുടെ നുണയും പരദൂഷണവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 1 മാസത്തേക്കുള്ള കണ്ടന്റ് ഇവിടുന്ന് കിട്ടും. പിന്നെ ഞാനത് തപ്പി അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണ്ട. ഞാനിപ്പോൾ ആലോചിക്കണേ ഇത് വച്ചിട്ട് ഒരു ചാനലങ്ങ് തുടങ്ങിയാലോ. ഞാനൊരു ടൈയൊക്കെ കെട്ടിയിരുന്ന് വാർത്ത വായിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എന്റെ പൊന്നോ, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുമല്ലോ. എന്നെ കൊണ്ട് കൂടുതൽ പറയിക്കരുത്. എത്രയോ പേര് തൊഴിലുറപ്പിന് പോകുന്നു. ഈ വയസ്സാം കാലത്ത് വല്ല തൊഴിലുറപ്പിന് പോയി ജീവിച്ചൂടായോ? നീ വിചാരിക്കണ മാതിരി എനിക്ക് തൊഴിലുറപ്പിന് പോകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. എന്റെ സൈസിലുള്ള പണി സാധനങ്ങൾ ഗവൺമെന്റ് കണ്ടുപിടിച്ചിട്ടില്ല. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുമല്ലോ. ഞാൻ എന്നെ കൊണ്ട് കൂടുതൽ വർത്താനം നിങ്ങൾ പറയിക്കരുത് കേട്ടോ. ഒരു മനുഷ്യൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുക എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ എന്റെ കൊച്ച് മണലിൽ കിടന്ന് കപ്പലണ്ടി പറക്കണ മാതിരി മറിച്ചിവിടെ കിടന്ന് ഈ കഷ്ടപ്പെട്ട് ഇതുണ്ടാക്കിയ ചെയ്യണം. ഇത് വല്ലോ നടക്കുവോ? ഇന്ന് രാവിലെയും കൂടെ ചേട്ടൻ വിളിച്ചതേ ഉള്ളൂ. വിളിച്ചപ്പോ തന്നെ എന്നോട് പറഞ്ഞു, എടി നീ വിഷമിക്കണ്ട, ഇന്ന് പുതിയൊരു പണിക്കാരനെ ഇങ്ങോട്ട് വിടുന്നുണ്ടെന്ന്. ഏത്? രൂപേഷ്. രൂപേഷാ? നാരായണേട്ടന്റെ മോൻ രൂപേഷ്. ഏത് നാരായണേട്ടന്റെ? മറ്റേ കളിയിക്കാൻ വിളയിലെ നാരായണേട്ടൻ. എഴുന്നേറ്റ് പോയില്ലെങ്കിൽ ചൂലിന് ഞാൻ അടിച്ചു വാരി ദൂരെ കളയണ്ടോ? ഒരാര് കണ്ടാലും അടിച്ചു വാരി കളയാൻ തോന്നും. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുമല്ലോ. സമയം ഇപ്പൊ എത്ര ആയടാ? എത്ര മണിയായി? രാവിലെ 8:30 വരാനാന്നോ പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ ചേച്ചി, എനിക്ക് ഈ വീട് മാത്രമല്ല വേറെ പണി സൈറ്റ് ഉണ്ട്. അവിടെ സാധനം എടുത്തോണ്ട് ഇവിടെ വന്നോണം പണി ചെയ്യാൻ. ചിലപ്പോ താമസിച്ചെന്നൊക്കെ ഇരിക്കും. നീ ആരോടെ ഒച്ചെടുത്ത് സംസാരിക്കണം? ഇതായി നിക്കണതേ ചില്ലറക്കാരനല്ല, എന്റെ നാരുവിന്റെ മോനാ. എന്റെ നാരായണേട്ടന്റെ മോനാണ്. എന്നെ കൊണ്ട് കൂടുതൽ വർത്താനം നിങ്ങൾ പറയിക്കരുത്. എടാ, 1500 രൂപ പുളിങ്കുരി പോലെ വൈകുന്നേരം ഞാൻ നിനക്ക് എണ്ണി തരുന്നുള്ള ഓർമ്മ നിനക്ക് വേണം കേട്ടോ. ഇവന് 1500 3000 ചോദിച്ചാലും നീ കൊടുക്കണം. അതിനുള്ള ബാധ്യത ഇവനുണ്ട്. ആയ കാലത്ത് ഇവന്റെ അച്ഛന്റെ അടുത്ത് ഞാൻ ഒരുപാട് വലേപ്പിച്ചിട്ടുണ്ട്, അറിയാമോ? തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുമല്ലോ. അച്ഛനായിട്ട് എങ്ങനെ ബന്ധം? ഞാനും നിന്റെ അച്ഛനും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഞങ്ങള് തമ്മിൽ ചെറുതായിട്ടൊരു ചെറിയ സെറ്റപ്പ്, പ്രേമം. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന ടൈമില് ഈ നാരായണേട്ടന് എനിക്കൊരു മയിൽപ്പീലി തന്നു. എന്നിട്ട് പറഞ്ഞു, ബുക്കിന്റെ അകത്ത് വെച്ചാ പെറു. ബുക്കിന്റെ അകത്ത് വെച്ചില്ലേ പിന്നെ ഇറ്റലിയാണ്. ഈ ഒരു സാധനം നീ അടിക്കൂന്നുള്ള കാര്യം എനിക്ക് അറിയാം. എടാ, അതല്ലത്, ബുക്കിന്റെ അടുക്ക വെച്ചാ ഇത് പ്രസവിക്കൂന്ന്. അങ്ങനെ ഞാൻ പാതിരാത്രിക്ക് 2 മണിക്കും 3 മണിക്കൊക്കെ ഇങ്ങനെ നോക്കിയിരിപ്പായി. നിങ്ങൾ നോക്കിയിരിക്കുന്നത്
12 മണി കഴിഞ്ഞെങ്കിലും പ്രസവ വേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെണ്ണുങ്ങളല്ലേ ഇത് നോക്കേണ്ടത്. അങ്ങനെ രാത്രി 1 മണി 2 മണി സമയത്ത് നാരായണേട്ടൻ വീട്ടിൽ വന്നു. നമ്മളെ പെണ്ണുങ്ങളല്ലേ, എനിക്കാണെങ്കിൽ പേടി. ഞാനാണെങ്കിൽ ജനല് തുറക്കാറേ ഇല്ല. പിന്നെ വാതില് 2 മലാർക്ക തുറന്നിടും. അങ്ങനെ ഇത് എന്റെ അച്ഛനറിഞ്ഞു. അച്ഛൻ കയ്യോടെ പൊക്കി പുളിമരത്തെ കെട്ടിയിട്ട് ഒരു വടിഞ്ഞെടുത്തിട്ട് ഒരു 65 അടി നടുമ്പുറത്തിന്. എന്റെ അച്ഛൻ അടിയുണ്ടായാലും സങ്കടം കണ്ട സങ്കടല്ല, ഇത് കണ്ടിട്ട് ചിരി വന്നിട്ട് ഒരു 1.5 മണിക്കൂർ നിന്നങ്ങോട്ട് ചിരിച്ചതിന് ശേഷം എന്നെ പറ്റിയെന്ന് പോലും ചോദിച്ചേ. അവസാനം വീട്ടുകാര് എന്നെ വേറെ ഒരുത്തന്റെ കൂടെ കെട്ടിക്കാൻ തീരുമാനിച്ചു. ഞാൻ ആരാ മോള്, എനിക്കുണ്ട് വാശി, ഞാൻ വേറെ ഒരുത്തനെ കെട്ടാൻ തീരുമാനിച്ചു. അപ്പൊ എന്റെ അച്ഛൻ നാരായണ ഇത്രയും അടി കൊണ്ട് ചമ്പ് ചാറായി കിടക്കണ നാരായണനെ എന്തിനുള്ള, എനിക്കൊന്നും വേണ്ട. അങ്ങനെ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ച് ഈ കല്യാണത്തിന്റെ തലേ ദിവസം അവിടെ പാചകത്തിന് പപ്പടം കാച്ചാൻ വന്നാണ് ഇവിടുത്തെ അച്ഛൻ. എന്റെ മോനെ പപ്പടം വീശി എണ്ണയിലേക്ക് ഒരൊറ്റ ഏറ, ആ ഒരൊറ്റ ഏറ് ഞാൻ കട്ട ഫാനായി. അന്ന് രാത്രി എന്നെ അയാൾ അവിടുന്ന് കടത്തിയ. ആ അതെങ്ങനെ? ഞാനൊരു കിറ്റിന്റെ അകത്ത് കയറിയിരുന്നു, പച്ചക്കറി കൊണ്ടുപോകണം വരി ഒരൊറ്റ തൂക്കല്. ഒരു കുഞ്ഞറിഞ്ഞില്ല, അറിയാവാ? എടാ രൂപേഷ്, 5:30 മണി വരെ നീ ഈ കള്ളക്കഥയും കേട്ടോണ്ട് ഇവിടെ നിൽക്കാൻ പോവാന്നോ? നീ ഇവിടെ കിടന്ന് ഈ കൂടുതൽ മൂപ്പിക്കണ്ടേ. ആ കൊച്ചിന് ഇന്ന് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനുള്ള പോയാലേ ഇറച്ചിയോ മീനോ എന്തെങ്കിലും പോയി മേടിച്ചോണ്ട്. പണിക്കാരന് ട്രീറ്റാ? ട്രീറ്റ് ആയിട്ടല്ല, പിന്നെ ഇങ്ങനെ വല്ലവരും വീട്ടിൽ കയറി വരുമ്പോഴേ എനിക്ക് വായിക്ക് രുചിയായിട്ട് വല്ലതും കിട്ടണത്. അല്ലെങ്കിൽ വല്ല കട്ടമുളക് ഇറച്ചിയായിരുന്നു ഇവിടെ. മൊത്തത്തിലൊന്ന് നോക്കിയേക്കണേ. അത് മോള് പേടിക്കണ്ട, അമ്മ എല്ലാം നോക്കിക്കോളാം. അയ്യോ അമ്മയോടല്ല, ഞാൻ ആ ചെറുക്കനോട് പറഞ്ഞതാ. എടാ മൊത്തത്തിൽ ഒരു കണ്ണ് വേണം. കണ്ണ് തപ്പിയാ കട്ടയോ സിമെന്റോ എടുത്ത് ഇവര് മറിച്ച് വിറ്റ് മുറുക്കാൻ വാങ്ങി.